നമസ്കാരം. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് പറയാൻ പോകുന്നത്. വടക്കേ ഇന്ത്യ വർഗീയതയുടെ പേരിൽ അശാന്തി വിതച്ചിരിക്കുകയാണ്. വർഗീയ സ്പർദ്ധ നിലനിൽക്കുകയാണ്. ഹൈന്ദവ സഹോദരങ്ങൾ സംഘം ചേർന്ന് ഹിന്ദു അല്ലാത്തവരുടെ വീടുകളിൽ കയറിയും വഴിയിലും വന്ന് അവരോട് ജയ് ശ്രീരാം വിളിക്കുവാൻ പറയുകയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന അതിക്രൂരമായ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും TV ചാനലുകൾക്കോ പത്രങ്ങൾക്കോ റിപ്പോർട്ട് ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം ചെറു സംഘങ്ങളായി വന്ന് ഉപദ്രവിച്ചിട്ട് അവർ കടന്നുകളയുകയാണ് ചെയ്യുന്നത്. ഇത് പിന്നെ പരസ്യമാകുന്നത് ആ കൂട്ടത്തിൽ തന്നെ ഉള്ളവരോ അല്ലാത്തവരോ അത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴാണ് ജനങ്ങൾ ഇതറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന്. ഈ വർഗീയ വിദ്വേഷം ഈ രാജ്യത്തെ വളരെ വർഷങ്ങൾ പിന്നിലേക്ക് കൂപ്പുകുത്തിക്കും എന്നുള്ള കാര്യം തർക്കമറ്റ വിഷയമാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൈനരും പാർസിയും സിഖും എല്ലാവരും ഈ രാജ്യത്തെ അംഗങ്ങളാണവർ. ഈ രാജ്യത്തെ പൗരന്മാരാണവർ. അവരെ ജാതിയുടെ പേരിൽ മെജോറിറ്റി നോക്കി ഭൂരിപക്ഷ സമുദായം ഈ മൈനോറിറ്റി സമുദായത്തെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവുന്ന കാര്യമല്ല. ഇതിനെ അതിശക്തമായി ഭരണകക്ഷികൾ താക്കീത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, ഈ കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്ത് ആഭ്യന്തര കലാപമുണ്ടാവുകയും ഈ രാജ്യം നശിക്കുകയും ചെയ്യും. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഈ കാട്ടാളക്കൂട്ടങ്ങളെ ഇറക്കിവിട്ട് ഈ രാജ്യത്ത് അശാന്തി സൃഷ്ടിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. ഒരിക്കൽ ഞാൻ ഒരു വീഡിയോയിൽ ചോദിച്ചതാണ്, ഗൾഫ് രാജ്യങ്ങളിലും ക്രിസ്ത്യൻ രാജ്യങ്ങളിലും ഒക്കെ നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം നിലനിർത്തുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. മുസ്ലിം രാജ്യത്തുള്ള ഏതെങ്കിലും ഹൈന്ദവ ക്ഷേത്രം അവിടുത്തെ മുസ്ലിങ്ങൾ തകർക്കുന്നുണ്ടോ? അവിടുത്തെ ആളുകളോട് ജയ് വിളിക്കാൻ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ വിളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പീഡിപ്പിക്കുന്നുണ്ടോ? ലക്ഷക്കണക്കിന് ആളുകളല്ലേ നമ്മുടെ ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നത്. അതിൽ നല്ല ഒരു ശതമാനവും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. എന്നിട്ടും അവർ ഇവിടുത്തെ ഹിന്ദുക്കളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അമേരിക്ക പോലുള്ള രാജ്യത്തെ ഒരു ഹിന്ദുവിനെ പോലും അവർ ക്ഷേത്രത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ പീഡിപ്പിക്കുന്നില്ലല്ലോ. ഇത് വെറും കാടത്തരം എന്നല്ലാതെ ഇതിനൊരു മറുപടിയില്ല. ഇങ്ങനെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇങ്ങനെ ഹിന്ദുക്കളെ ഇവിടെ വേർതിരിച്ച് മറ്റ് സമുദായങ്ങളിൽ നിന്ന് വേർതിരിച്ച് സ്പർദ്ധ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും ലാഭം കൊയ്യുവാൻ വേണ്ടിയാണ് മത നേതാക്കന്മാർ ശ്രമിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ത്യ പാക് വിഭജനം നടന്നപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ കുടിയേറിയ LK അഡ്വാണി എന്ന മഹാനെ പറ്റി. അദ്ദേഹം രഥയാത്ര നടത്തി ഹിന്ദുക്കളെയും മറ്റ് മതസ്ഥരെയും രണ്ട് ചേരിയിലാക്കി രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ വിഭജിച്ചിരിക്കുകയാണ്. ഈ മത നേതാക്കന്മാർ ഹൈന്ദവ സ്നേഹം കാണിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാം വേർതിരിക്കാൻ കോപ്പ് കൂട്ടിയത് അതിന്റെ പ്രധാന വ്യക്തി LK അഡ്വാണിയാണ്. LK അഡ്വാണിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്രയുടെ പരിണിത ഫലമാണ് പിന്നീട് നടന്ന ബാബറി മസ്ജിദിന്റെ തകർച്ച. ബാബറി മസ്ജിദ് എങ്ങനെ ഉണ്ടായി എന്ന് ഞാനിവിടെ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഈ രാജ്യത്തെ ജനങ്ങളല്ലായിരുന്നു. അവർ പുറത്തുനിന്നും വന്നവരാണ്. അവരെല്ലാവരും ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് ഈ രാജ്യക്കാരായി തീർന്നു. ഇനി എന്തിനാണ് തമ്മിലടിക്കുന്നത്? ഇവിടെ മുസ്ലിം വേണ്ട എന്ന് ഹിന്ദുവിന് പറയാനും ഇവിടെ ഹിന്ദു വേണ്ട എന്ന് മുസ്ലിമിന് പറയാനും അവകാശമില്ല. കാരണം എല്ലാവരും ഈ രാജ്യത്ത് വസിക്കുന്നവരാണ്. മുഗളന്മാർ ഇവിടെ മുസ്ലിം മതം സ്ഥാപിച്ചു, ആര്യന്മാർ വന്ന ഹിന്ദു മതം സ്ഥാപിച്ചു. അങ്ങനെ ഇതിനു മുമ്പ് ഇവിടെ ഈ രാജ്യത്തുണ്ടായിരുന്ന ജാതിയില്ലാത്ത ദ്രാവിഡരെ അടക്കി ഭരിച്ചുകൊണ്ട് ഇന്ന് ഈ രാജ്യത്തെ വർഗീയ ലഹളയുടെ വക്കിലേക്ക് എത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒരു ആഭ്യന്തര കലാപമുണ്ടായാൽ
ആ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ രാജ്യം അതോടെ നശിച്ചു പോകും. അങ്ങനെ നശിക്കുവാനാണ് വർഗീയ ശക്തികൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഗീയ ധ്രുവീകരണത്തിന് കോപ്പ് കൂട്ടിയ LK അഡ്വാണി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ LK അഡ്വാണി മുസ്ലിം വിദ്വേഷം പറയുന്നതിൽ ഞാൻ അദ്ദേഹത്തിന്റെ കുറ്റം പറയുന്നില്ല. കാരണം ഇന്ത്യ പാക് വിഭജനം നടന്നപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദുവാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുമുണ്ട്. ഈ രണ്ടു കൂട്ടർക്കും വർഗീയ വിദ്വേഷം അവരുടെ മനസ്സുകളിൽ നിൽക്കും. കാരണം താൻ ഹിന്ദു ആയതുകൊണ്ടാണല്ലോ മുസ്ലിം രാജ്യത്തു നിന്നും ഇങ്ങോട്ട് വരേണ്ടത് വന്നത്. താൻ മുസ്ലിം ആയതുകൊണ്ടാണല്ലോ ഹൈന്ദവ രാജ്യത്തു നിന്നും അങ്ങോട്ട് പോകേണ്ടി വന്നത്. ഈ തരത്തിൽ ചിന്തിക്കുന്ന ഈ LK അഡ്വാണിയുടെ ചില പിന്നാമ്പുറ കഥകളുണ്ട്. അത് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വർഗീയ വിദ്വേഷം തുപ്പുന്ന ഈ മത നേതാക്കന്മാരുടെ എല്ലാവരുടെയും കുടുംബത്ത് പൊതുജനം അറിയാത്ത പല രഹസ്യങ്ങളുമുണ്ട്. ഇവർക്ക് യഥാർത്ഥത്തിൽ മുസ്ലിം വിദ്വേഷം ഉണ്ടോ? നമുക്കതൊന്ന് പരിശോധിക്കാം. ഇത് വെറും ഒരു പൊളിറ്റിക്കൽ നാടകമാണോ? എന്റെ അഭിപ്രായത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ നാടകമാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും വേർതിരിച്ച് കലാപമുണ്ടാക്കി ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി രാജ്യം ഭരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ആദ്യമായി LK അഡ്വാണിയുടെ കാര്യം പറയാം. LK അഡ്വാണിയുടെ മകൾ റോഷ്നിയുടെ ഭർത്താവ് ഒരു മുസ്ലിമാണ്. അതുപോലെ തന്നെ LK അഡ്വാണിയുടെ സഹോദരന്റെ മകൾ പ്രതിഭയുടെ ഭർത്താവും മുസ്ലിമാണ്. ഓം പ്രകാശ് ബിർളയുടെ മകൾ അഞ്ജലിയുടെ ഭർത്താവ് മുസ്ലിമാണ്. മുരളി മനോഹർ ജോഷിയുടെ മകൾ രേണുവിന്റെ ഭർത്താവ് മുസ്ലിം. RSS നേതാവായ മോഹൻ ഭാഗവത്തിന്റെ സഹോദരപുത്രി ഊർമിളയുടെ ഭർത്താവ് മുസ്ലിമാണ്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ പറഞ്ഞേക്കും, കണ്ടോ അവർക്ക് ഒരു മതവിദ്വേഷവും ഇല്ല, അവർ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നു? അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് പൊളിറ്റിക്സ് ആണ്. രണ്ട് ജാതികളെ വേർതിരിച്ച് നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ കയ്യിലെടുത്ത് അവരുടെ വോട്ട് വാങ്ങി ഭരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. മുസ്ലിം വിരോധമല്ല. മുസ്ലിം വിരോധമാണെങ്കിൽ ഇവരുടെ കുടുംബത്ത് കയറിയ ഈ ആളുകളെ ഇവർ എന്തുകൊണ്ട് തിരസ്കരിക്കുന്നില്ല? എന്തുകൊണ്ട് അവരെ തള്ളിക്കളയുന്നില്ല? എന്തുകൊണ്ട് അവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നില്ല? എന്തുകൊണ്ട് അവരോട് ജയ ശ്രീരാം വിളിക്കുവാൻ പറയുന്നില്ല? അപ്പോൾ ഇത് പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിലൂടെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത, മൂത്രം കുടിക്കുന്ന, ചാണകം തിന്നുന്ന ഈ വിവരദോഷികളെ ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന് രാജ്യത്ത് കലാപം സൃഷ്ടിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്നുവെങ്കിൽ ജനങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഭാരതീയരാണ്. നിങ്ങൾ ഏത് സമുദായത്തിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഭാരതീയരാണ്. നിങ്ങൾ ഭാരതീയനാണെന്നുള്ള അഭിമാനത്തോടെ ജീവിക്കുക. എത്രയോ ഹിന്ദി പാട്ടുകൾ നാം കേൾക്കുന്നു. സാരി ജഹാം സെ അച്ഛ ഹിന്ദു എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട്. എല്ലാ രാജ്യങ്ങളിലേക്കാളും നല്ലത് ഞങ്ങളുടെ ഭാരതമാണെന്ന് നാം അഭിമാനം കൊള്ളുന്നു. ഈ ഭാരതീയരെല്ലാം സഹോദരന്മാരാണെന്ന് നാം പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ മുതലേ പ്രതിജ്ഞ ചൊല്ലുന്നു. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നുവെന്ന് നാം 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ പ്രതിജ്ഞ ചൊല്ലി പഠിച്ചു. രാജ്യസ്നേഹവും രാജ്യത്തെ ജനങ്ങളുടെയും നാം അസന്നിഗ്ധമായി നാം പ്രഖ്യാപിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലും എത്തിക്കുക. ഈ വർഗീയ വിദ്വേഷം എന്ന് പറയുന്നത് വെറും പൊളിറ്റിക്സ് ആണ്. ഈ പൊളിറ്റിക്സ് കാരണം സംഭവിക്കാൻ പോകുന്നത് ഈ തിരിച്ചെടുക്കാനാവാത്ത വണ്ണം ഈ രാജ്യം കൂപ്പുകുത്തും എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു കണക്കുകൂട്ടലാണ്. നിങ്ങളുടെ അഭിപ്രായം ദയവായി ഈ കമന്റ് ബോക്സിൽ ഇടുക. ഇത് ഷെയർ ചെയ്യുക. മറ്റുള്ളവരുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. നാം ഭാരതീയരാണെന്നുള്ള കാഴ്ചപ്പാട് വളർത്തിയെടുക്കുവാൻ ഓരോരുത്തരും പ്രവർത്തിക്കുക. വർഗീയ വിദ്വേഷം വെടിയുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ നമസ്കാരം.